ഇന്നത്തെ പ്രധാന 5 വാർത്തകൾ. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിപട്ടികയിലുള്ള 4 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ പ്രതികരണവുമായി മർദ്ദനത്തിനിരയായ സുജിത്ത്. സസ്പെൻഷൻ മാത്രം പോരെന്നും 4 പേരെയും സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നീ നേതാവ് കളിക്കേണ്ട എന്ന് പറഞ്ഞാണ് അന്ന് പോലീസുകാർ മർദ്ദിച്ചതെന്നും ജീപ്പ് ഡ്രൈവർ സുഹേനെതിരെ നടപടിയെടുത്തിട്ടില്ലെന്ന കാരണത്താൽ കോടതിയെ സമീപിക്കുമെന്നും സുജിത്ത് വ്യക്തമാക്കി. ശശിധരൻ എന്ന ഉദ്യോഗസ്ഥൻ CCTV ഇല്ലാത്ത മുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചതായും സുജിത്ത് ആരോപിച്ചു. തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ ഉത്തരമേഖല IGക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ ശുപാർശ ചെയ്തത്. പമ്പയിൽ ഈ മാസം 20-ന് നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തെ സംസ്ഥാന സർക്കാർ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി വിനിയോഗിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം കാപട്യമാണെന്നും കുറച്ച് വോട്ടിന് വേണ്ടി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അയ്യപ്പ ഭക്തിയെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം ആരോപിച്ചു. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് വീണ്ടും ചോദ്യം ചെയ്ത VD സതീശൻ നാമജപയാത്രയ്ക്കെതിരെ കേസെടുത്ത് ആചാര ലംഘനത്തിന്റെ പേരിൽ പോലീസിനെ ഉപയോഗിച്ച് ഭക്തരെ ക്രൂരമായി കൈകാര്യം ചെയ്തതിന്റെ ഉത്തരവാദിത്തം ഇന്നും സർക്കാരിനുണ്ടെന്നും പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സംഗമത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തരും പങ്കെടുക്കും. എന്നാൽ ചടങ്ങ് സർക്കാരിന്റെ രാഷ്ട്രീയ നേട്ടത്തിനായുള്ള വേദിയായി മാറ്റുകയാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ജമ്മു കാശ്മീരിൽ വീണ്ടും പാക് ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തി. സാംബ ജില്ലയിലെ ബാരി ബ്രാഹ്മണ പ്രദേശത്തുള്ള സൈനിക താവളത്തിലാണ് വെള്ളിയാഴ്ച രാത്രി 9:35ഓടെ ഡ്രോൺ പറന്നത്. ഭൂനിരപ്പിൽ നിന്ന് 700 മീറ്റർ ഉയരത്തിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഡ്രോൺ സഞ്ചരിച്ചതെന്ന് സൈനിക കേന്ദ്രങ്ങൾ അറിയിച്ചു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്രദേശത്ത് മുന്നറിയിപ്പ് പ്രഖ്യാപിക്കുകയും ദ്രുതകർമ്മ സേനാംഗങ്ങൾ രംഗത്തെത്തുകയും ചെയ്തു. ആയുധങ്ങളോ മയക്കുമരുന്നുകളോ കടത്താനുള്ള ശ്രമമാകാമെന്ന് സൈന്യം സംശയിക്കുന്നു. ഓണക്കാലത്ത് മദ്യവിൽപ്പനയിൽ റെക്കോർഡ് വരുമാനം. സംസ്ഥാനത്ത് ഇത്തവണ ഓണക്കാലത്ത് മദ്യവിൽപ്പനയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വരുമാനമാണ് രജിസ്റ്റർ ചെയ്തത്. ഉത്രാട ദിനം മാത്രം 137 കോടി രൂപയുടെ മദ്യവിൽപ്പന നടന്നു. കഴിഞ്ഞ വർഷം ഇതേ ദിവസം 126 കോടി രൂപയുടെ മദ്യം വിറ്റിരുന്നു. ജില്ലകളിൽ വിറ്റുവരവിൽ മുന്നിലെത്തിയത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റാണ്. ഇവിടെ മാത്രം 1.46 കോടി രൂപയുടെ മദ്യം വിറ്റഴിക്കപ്പെട്ടു. 1.24 കോടി രൂപയുടെ വിൽപ്പനയോടെ കൊല്ലം ജില്ലയിലെ ആശ്രാമ ഔട്ട്ലെറ്റ് 2ാം സ്ഥാനത്തെത്തി. 3ാം സ്ഥാനത്ത് 1.11 കോടി രൂപയുടെ വിൽപ്പനയോടെ മലപ്പുറം ജില്ലയിലെ എടപ്പാൾ ഔട്ട്ലെറ്റാണ് മുന്നിലെത്തിയത്. ഏഷ്യ കപ്പിനായി ഇന്ത്യ സ്ക്വാഡിൽ ചേർന്ന സഞ്ജു സാംസൺ ടീമിനൊപ്പം ഉണ്ടായിരുന്നെങ്കിലെന്ന് സഹോദരനും ടീമിന്റെ നായകനുമായ സാലി സാംസൺ വ്യക്തമാക്കി. KSL ഫൈനലിനായി കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് പൂർണ്ണമായും ഒരുങ്ങിയിരിക്കുകയാണ്. ലീഗിൽ 10 മത്സരങ്ങളിൽ 8ഉം ജയിച്ച കൊച്ചി കൂട്ടായ പ്രവർത്തനത്തിന്റെ കരുത്തിലാണ് മുന്നേറുന്നത്. സെമിയിൽ കാലിക്കറ്റിനെതിരെ ബാറ്റിംഗ് തകർച്ച നേരിട്ടെങ്കിലും ഓൾറൗണ്ട് പ്രകടനത്തിലൂടെ തിരിച്ചുവരികയും ശക്തമായ ടോട്ടൽ ഉറപ്പാക്കുകയും ചെയ്തു. മുഹമ്മദ് ആഷിഖ് പോലുള്ള താരങ്ങൾ ടീമിന്റെ കരുത്തായി. മറുവശത്ത് നിലവിലെ ചാമ്പ്യന്മാരായ കൊല്ലം സെയിലേഴ്സ് തൃശൂരിനെ വെറും 86 റൺസിന് പുറത്താക്കി. 10 ഓവറിൽ വിജയലക്ഷ്യം കൈവരിച്ചാണ് ഫൈനലിലെത്തിയത്. സച്ചിൻ ബേബിയുടെ നായകത്വവും അനുഭവ സമ്പത്തും കൊല്ലത്തിന് വലിയ മുതൽക്കൂട്ടാണ്. കാര്യവട്ട സ്പോർട്സ് ഹബിൽ നാളെ വൈകിട്ട് 6:45 നടക്കുന്ന ഫൈനലിൽ കൊല്ലം തുടർച്ചയായ 2ാമത്തെ കിരീടം ലക്ഷ്യമിടുമ്പോൾ കൊച്ചി അവരുടെ ആദ്യ കിരീടം സ്വന്തമാക്കാനുള്ള ആത്മവിശ്വാസത്തിലാണ്. സാഗ് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.